കൃഷിദിനവുമായി ബന്ധപ്പെട്ട് സാധാരണ കാർഷിക മേഖലയിലെ വളർച്ചയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ചയാവുക. പിന്നെ അതിൻ്റെ വേദിയിൽ ഈ തെങ്ങിൻ്റെ പൂക്കൊല, ഇളനീർ ഒക്കെ അടങ്ങുന്ന സവിശേഷമായ ചിത്രങ്ങളും ചിലപ്പോൾ പറയും നെല്ലും ഒക്കെ വെച്ചാണ് ഈ ചടങ്ങ് പലയിടങ്ങളിലും ആഘോഷിക്കുന്നതായി കണ്ടിട്ടുള്ളത്. എന്നാൽ ഏറ്റവും ഒടുവിൽ കൃഷി വകുപ്പിൻ്റെ എന്തോ പരിപാടിയിൽ ഭാരതാംബ വിഷയമാണ് കത്തിയത്. രാജ്ഭവനിൽ ഒരുക്കിയ ഔദ്യോഗികമായ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചു. കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാർ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ഭാരതാംബ ഔദ്യോഗിക ചിഹ്നമല്ലെന്നും ഔദ്യോഗിക പരിപാടി അങ്ങനെ നടത്താൻ പറ്റില്ലെന്നും കൃഷി വകുപ്പ് നിലപാടെടുത്തു. ഗവർണർ ഭാരതാംബയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്, നമ്മുടെ അമ്മയാണ് എന്ന് പറയുന്ന പവിത്രമായ ഒരു നിലപാട് സ്വീകരിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഭാരതാംബ വന്ന വഴിയും അതിൻ്റെ ചരിത്രവും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും ഒക്കെ ഒന്ന് പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. ആമുഖമായി ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മുൻ BJP അധ്യക്ഷൻ സുരേന്ദ്രണ്ണൻ പുതിയ ഗവർണർ സ്ഥാനമേറ്റെടുത്ത് അദ്ദേഹത്തോടുള്ള സ്നേഹപ്രകടനങ്ങളും ഇഷ്ടങ്ങളും, അദ്ദേഹം ഗവർണർ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിനോടുള്ള ഇഷ്ടവും, പിന്നെ ഒരുമിച്ച് ക്ഷണിക്കാതെ പോലും പ്രാതൽ കഴിക്കാൻ ചെന്നതിൻ്റെ സ്നേഹവും ഒക്കെ പങ്കുവച്ചപ്പോൾ നമ്മുടെ സുരേന്ദ്രണ്ണൻ പറഞ്ഞിരുന്നു അദ്ദേഹം ആരാണെന്നുള്ളത് അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. സാക്ഷാൽ നമ്മുടെ പഴയ ഗവർണറായിരുന്നെങ്കിൽ ഒരു ബഹളവും ഒച്ചപ്പാടും റോഡിൻ്റെ നടുക്കിരുത്തയും ഒക്കെ ആയിരുന്നു പുള്ളിയുടെ വിനോദമെങ്കിൽ ഇതിനൊന്നും ഇപ്പോഴത്തെ ബഹുമാന്യനായ ഗവർണർ തയ്യാറല്ല. എന്നാൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആശയവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിന് അദ്ദേഹത്തിന് ഭയവും മടിയുമില്ല എന്നതാണ് ആമുഖമായി കാണേണ്ട ഒരു കാര്യം. ഇനി ഭാരതാംബയിലേക്ക് വരാം. ഈ ഭൂമിയെല്ലാം ഓരോരുത്തരും സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഭൂമി ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്നായിരിക്കും, അല്ലെങ്കിൽ പരശുരാമൻ മഴുവെറിഞ്ഞു എന്ന് സൃഷ്ടിച്ചു എന്ന് കരുതുന്നവരുണ്ട്. ക്രൈസ്തവ മതവിശ്വാസത്തിലാണെങ്കിൽ യഹോവ അല്ലെങ്കിൽ യേശുക്രിസ്തു ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടാവും. ഇസ്ലാം മതത്തിൽ അള്ളാഹു ആണ് സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നവരും പറയുന്നവരും ഉണ്ടാവും. ഇത് അവരവരുടെ വിശ്വാസത്തിനും അവരവരുടെ ബോധ്യമങ്ങൾക്കും നല്ല കാര്യമാണ്. എന്നാൽ ഇത് രാജ്യത്തിൻ്റെ ചിഹ്നങ്ങളായി, സിമ്പലുകളായി വരുമ്പോഴേക്കാണ് ഇതിലാരാണ് സൃഷ്ടിച്ചത് എന്നുള്ള തർക്കമൊക്കെ വരുന്നത്. അതിന് വളരെ മനോഹരമായ ഉത്തരമാണ് ഇന്ത്യയുടെ ഭരണഘടന, അന്നത്തെ ഭരണഘടനാ ശില്പികൾ എഴുതി വച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യയുടെ സംസ്കൃതിയെ സംബന്ധിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ഭരണഘടനയൊക്കെ തയ്യാറാക്കിയപ്പോൾ അവിടെയായി ഭരണഘടനയുടെ പേജുകളിൽ ചില ചിത്രങ്ങളൊക്കെ വരച്ചതിനെ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതിനപ്പുറത്ത് അതിലെഴുതിയിരിക്കുന്ന അക്ഷരങ്ങളിൽ വളരെ കൃത്യമായി ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ നാഷണൽ എംബ്ലം എന്താണെന്നും അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും അതിനാവശ്യമായ നിയമനിർമ്മാണം അടക്കമുള്ളവയൊക്കെ പതാകയെ സംബന്ധിച്ചുമൊക്കെ വളരെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന സെക്കുലർ രാജ്യമാണെങ്കിൽ, ഞാൻ പറഞ്ഞത് സെക്കുലർ രാജ്യമാണെങ്കിൽ എന്ന് പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറയുന്നവർ ഒരു ഹിന്ദു രാജ്യമാണ് എന്ന് പറയുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് RSSൻ്റെ ദേശീയ സർസംഘ് ചാലക്, അതിൻ്റെ നേതാവ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അറിയില്ല, അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് അനിവാര്യമായി, അതിൻ്റെ പശ്ചാത്തലമൊക്കെ വെച്ച് അങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നവരുടെ മുന്നിൽ പിന്നെ ഈ ഭരണഘടനയും അതിൻ്റെ അടയാളങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്നവരുടെ മുന്നിലാണ് ഞാൻ പറയുന്നത്. ഇത് രണ്ടുമല്ലാത്തൊരു കൂട്ടരുണ്ട് എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം ഭരണഘടനാവാദികളും ജീവികളുമാവുകയും എന്നാൽ അല്ലാത്ത സമയങ്ങളിലെല്ലാം അങ്ങനെ അല്ലെന്ന് രഹസ്യവും പരസ്യവുമായി വേദിക്കനുസരിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് മതപരമായ ചടങ്ങുകളിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ നമ്മുടെ അള്ളാഹു സൃഷ്ടിച്ച ഭൂമിയെന്നും നമ്മുടെ യഹോവ സൃഷ്ടിച്ച ഭൂമിയെന്നും നമ്മുടെ പരശുരാമനോ അല്ലെങ്കിൽ പിന്നെ ബ്രഹ്മാവോ സൃഷ്ടിച്ച ഭൂമിയെന്നും ഒക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഒക്കെ ഉണ്ട്. പക്ഷേ ഭാരതമെന്ന രാജ്യം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വേറെയാണ്. ഭാരതം എന്ന് പറയുന്ന ഈ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് അകത്തുള്ള ഭൂമിയെ സംബന്ധിച്ച് അതിൻ്റെ സ്വാതന്ത്ര്യം, അവിടെ വന്ന വൈദേശികർ, അവിടെ ഉണ്ടായ സംഗതികളൊക്കെ ഈ പറയുന്ന വളരെ ചരിത്രപരമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ചിലർ ഈ പുണ്യഭൂമി എന്നൊക്കെ വിളിക്കുമല്ലോ. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ പറയുന്നതുകൊണ്ട് എന്താ തെറ്റെന്ന്. ആ പുണ്യഭൂമി എന്നൊക്കെ പറയുന്നത് മറ്റു പല സംഗതികളുടെയും ഒരു കോപ്പുകൂട്ടലിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു സാധനം കൂടിയാണ് ഈ പുണ്യഭൂമി പ്രയോഗമൊക്കെ. അതല്ലാതെ
രാജ്യമെന്നുള്ള നിലയിൽ ഒരു എൻറ്റിറ്റിയായി, ഒരു ജോഗ്രഫിക്കൽ എൻറ്റിറ്റിയായി, ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയായി കാണുന്ന ഒരു സംഗതിയെ വേറൊരു ആംഗിളിൽ വേണം കാണേണ്ടത്. ഏതായാലും ഇത്തരമൊരു സംഗതി ആദ്യം റോമാക്കാരാണ് തുടങ്ങി വെക്കുന്നത്. റോമാക്കാർ അവരുടെ രാജ്യങ്ങളിൽ ഒരു ദേശീയ ബോധവും അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നതിന് അവരുടെ നാണയങ്ങളിൽ, അവരുടെ ഔദ്യോഗിക രേഖകളിൽ, അവരുടെ പതാകകളിലൊക്കെ ലേഡി ബ്രിട്ടാനിയ എന്ന് പറയുന്ന ഒരു സമ്പൽ സമൃദ്ധിയുടെ ഒക്കെ ചിഹ്നമായി അത്തരമൊരു സ്ത്രീയുടെ ചിത്രമാലേഖനം ചെയ്ത നാണയങ്ങളും അതുപോലെയുള്ള സംഗതികളുമൊക്കെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇത് 1672 കാര്യമാണ് പറയുന്നത്. ഏതാണ്ട് 15 നൂറ്റാണ്ടിലാണ് ഇത്തരമൊരു സംഗതി റോമക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്നത്. പിന്നീട് അവിടെ നിന്ന് ഈ നമ്മുടെ രാജ്യത്തേക്കും, നമ്മുടെ രാജ്യമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പൈതൃകം ഈ മണ്ണിൻ്റെ മക്കളെന്നൊക്കെ പറയുന്നത് ആരാണെന്നും, പിന്നീട് ഈ രാജ്യത്തിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നെത്തിയ സമൂഹങ്ങളും അവരുടെ സംസ്കൃതികളും അത്തരം ചില കൈമാറ്റങ്ങളുടെയൊക്കെ ഭാഗമായി ഈ മിത്തോളജിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നമ്മളും ഒരുതരം ഈ ഭാരതാംബ എന്ന് പറയുന്ന ഒരു രൂപവും ഭാവവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയുണ്ടായി. അതൊക്കെ നമ്മൾ ഈ ഒരു കാൽപ്പനികമായ ചിഹ്നമെന്നുള്ള നിലയിൽ ചിലർ സൃഷ്ടിച്ചെടുക്കുന്ന ചില രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ മാത്രമാണത്. അതിനപ്പുറത്ത് അതിന് വേറെന്തെങ്കിലും തരത്തിലുള്ള ഉത്ഭവമോ അല്ലെങ്കിൽ ഭാരതത്തിന് മാത്രമായ ഒരു അമ്മ ഏതെങ്കിലും മിത്തോളജിയിലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടായിട്ട് കണ്ടിട്ടില്ല. മറിച്ച് ഇതിങ്ങനെ രൂപപ്പെടുത്തി വരുന്നതാണ്. അതിൽ പ്രധാനം ഈ ഭാരതാംബ എന്ന് പറയുന്ന ആ ഒരു ആശയവുമായി ബന്ധപ്പെട്ട 1905 രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനന്തരവനായ അഭിനീന്ദ്ര ടാഗോർ വരച്ച ഒരു ചിത്രമാണ് ഭാരതാംബ എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് പ്രത്യക്ഷമാകുന്ന ചിത്രം. അതിൽ 4 കൈകളുള്ള കാവി നിറമുള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപമാണ് അതിലുള്ളത്. ആ 4 കൈകളിൽ ഒന്നിൽ അറിവിൻ്റെ പ്രതീകമായ ഒരു പുസ്തകം, രണ്ടാമത്തത് കൃഷിയുടെ പ്രതീകമായ ഒരു നെൽക്കറ്റ, മൂന്നാമത് വിശുദ്ധിയുടെ പ്രതീകമായി ഒരു വെളുത്ത തുണി, നാലാമതായി ആത്മീയ പൈതൃകത്തിൻ്റെ ഭാഗമായി ഒരു രുദ്രാക്ഷമാല. ഇങ്ങനെ ഉള്ള സംഗതികൾ ചേർത്ത് വെച്ച ഒരു ഭാരതാംബയുടെ ചിത്രമാണ് വന്നത്. പിന്നീട് 19 നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും കിരൺ ചന്ദ്ര ബന്ദോപാധ്യായ സംവിധാനം ചെയ്ത ഭാരത് മാത എന്ന നാടകം അത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി ഈ 1873 ഇതിന് ഒരു പ്രതീകാത്മകമായ രൂപവും ഭാവവുമൊക്കെ ഈ അവതരണത്തിലൂടെ കൈവന്നു. ഇന്നത്തെ കാലത്തും അത്തരം ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എന്താ പറയുന്നത്, ഡിങ്കനിസം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ ഡിങ്കൻ്റെ ചില രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത് പോലെ, ഡിങ്കോയിസം എന്നും പറഞ്ഞുണ്ടാക്കുന്നത് പോലെ, അതുപോലെ ചില ഈ ഓരോ മതങ്ങളിലെയും, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ ഈ രൂപം അനുവദിക്കാത്തതുകൊണ്ട് അങ്ങനെ രൂപങ്ങൾ ഉണ്ടാവില്ല. ബാക്കി മതങ്ങളിലൊക്കെയും ചില ചിഹ്നങ്ങളും രൂപങ്ങളുമൊക്കെ അവരവരുടെ സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒക്കെ ഉണ്ടായിത്തീരുന്ന, കൂട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടായിത്തീരുന്ന ചില സംഗതികൾ ക്രമേണ രൂപപ്പെട്ടു വരുന്നത് പോലെയാണ് ഇതിന് രൂപപ്പെട്ടു വന്നത്. പിന്നീട് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരം വന്നതോടുകൂടി ഈ ഭാരതാംബയുടെ ഒരു രൂപവും അത്തരം കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കരുതിപ്പോരുന്ന വളരെ പ്രതീകാത്മകമായ ചില ചില കൂട്ടിച്ചേർക്കലുകളുടെ ഭാഗമായി, ചില ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായി ഋഷിവര്യന്മാരുടെ കാലം മുതലേ എഴുത്തുകാരും കവികളുമൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു രൂപം മാത്രമാണ് ഈ പറയുന്ന ഭാരതാംബ എന്ന് പറയുന്ന സംഗതി. നമ്മൾ പഠിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ പാടിയിട്ടുണ്ട്, ജനനീ ജന്മഭൂവിച്ച സ്വർഗാദപി ഗരീയസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി അതുകൂടി ചേർത്ത് വെച്ച ഒരു സംഗതിയാണ്. പിന്നീട് സ്വാതന്ത്ര്യ സമരം അതിൻ്റെ മൂർധന്യാവസ്ഥയിലൊക്കെ എത്തി നമ്മുടെ ഭരണഘടനയും അല്ലെങ്കിൽ അത്തരം സംഗതികളുമൊക്കെ രൂപപ്പെട്ടു വന്നപ്പോൾ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആരും ഔദ്യോഗികമായ ചിഹ്നങ്ങളായി ഒരിക്കലും അവർ ഇത്തരം കാര്യങ്ങളെ ഒന്നും എടുത്തിരുന്നില്ല. അവർ എടുത്തിരുന്ന ചിഹ്നങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മുടെ ദേശീയ പതാകയുണ്ട്, അതിനകത്തുള്ള ദേശീയ ചക്രമുണ്ട്, അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ഈ പഴയ കാലത്തെ ഭാരതാംബയെ തന്നെ ചില വരയ്ക്കുന്നവർ ഭാവഭേദമൊക്കെ വരുത്തി ആ ഭാരതാംബയുടെ കയ്യിൽ ഒരു ദേശീയ പതാകയൊക്കെ കൊടുക്കുന്ന ചിത്രവുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്താണ് ഈ RSS ചിന്താഗതിയുടെ ഭാഗമായി ഇപ്പോൾ നമ്മുടെ ഗവർണർ പ്രദർശിപ്പിക്കാൻ പറഞ്ഞ ഭാരതാംബ രൂപപ്പെടുന്നത് അതിനാണ്. ആ ഭാരതാംബയുടെ ചിത്രത്തിലുള്ള ഒരു പ്രത്യേകത പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണാം. അതിൻ്റെ കാലുകളൊന്നും ഭാരതാംബയുടേത് തമിഴ്നാട്ടിലും കേരളത്തിലും ഒന്നും തൊടുന്നില്ല. പിന്നെന്ന് മാത്രമല്ല, കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ദേശീയ പതാകയല്ല, മറിച്ച് കാവി പതാകയാണ്. അങ്ങനെ ഉള്ള ആ രൂപമാണ് ഈ ഗവർണറുടെ ഔദ്യോഗിക പരിപാടിയിൽ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചതും. അവിടേക്ക് പിന്നെ മന്ത്രി പോകാതിരുന്നതും അതിനെ തുടർന്ന് മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടന്നതും പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി
ഈ പറയുന്ന വിവാദത്തിൽ ഗവർണർക്കെതിരെ സന്തോഷ് കുമാർ എം പി രാഷ്ട്രപതിക്ക് ഇങ്ങനെ ഒരു ചിഹ്നം വെച്ച് ഔദ്യോഗിക പരിപാടി നടത്തിയതിനെതിരെ പരാതിയൊക്കെ നൽകുന്ന സ്ഥിതിയിലേക്കും ഒക്കെ എത്തിച്ചേർന്നത്. അവിടെയാണ് ഈ സംഗതി എത്തി നിൽക്കുന്നത്. ഇനി ഈ ഭാരതമാതാവ് എന്ന് ആദ്യമായിട്ട് ആരാണ് വിളിച്ചത് എന്ന് സംശയമുള്ളവർക്ക് ദേ ഈ വീഡിയോ ക്ലിപ്പ് കാണാം. ഇതിൽ കൃത്യമായി ഈ ഭാരതമാതാവ് ആരാണ് ആദ്യമായി വിളിച്ചതെന്നും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാട്ടോ. मुसलमानों से कहते तो भारत माता की जय, क्या कहते तो भारत माता की जय। अच्छा फिर भी हम मान लेते हैं कि भारत माता की जय बोलना है, क्या बोलना है, भारत माता की जय। तो सवाल पूछो इनसे कि भाई ये भारत माता है कौन। सवाल पूछना है कि तुम भारत माता की जय बोलते हो, ये भारत माता है कौन। तो सुभाष चंद्र बोस ने भारत माता किसे बताया, मैं आपको बताता हूं। 1940 में 1940 सुभाष चंद्र बोस निकले चंदा लेने, डोनेशन लेने, और लोगों से घर घर जाकर डोनेशन ले रहे थे कि हमें पैसे दीजिए, अंग्रेजों के खिलाफ हमें जंग करना है। तो 1940 में एक मुसलमान यूसुफ मारफानी 1 करोड़ रुपए सुभाष चंद्र बोस को देता है, एक मुसलमान इंसान। तो उस मुसलमान इंसान के घर में एक बूढ़ी औरत बैठी होती है, वो बूढ़ी औरत जोर जोर से रोने लगती है। तो सुभाष चंद्र बोस कहते हैं, ए बूढ़ी माँ तू क्यों रोती है। तो बूढ़ी औरत कहती, मैं नाबीना हूं, मैं अंधी हूं, और मेरे पास 1 करोड़ रुपए भी नहीं है, तो मैं तुम्हें क्या दूं सुभाष, काश मेरे पास 1 करोड़ रुपए होते तो मैं तुझे दे देती। वो मुसलमान बूढ़ी औरत से सुभाष चंद्र बोस कहते हैं, ए बूढ़ी माँ तू नाबीना है, तू कमजोर है, तेरे पास 1 करोड़ रुपए भी नहीं, पर तेरे पास एक नौजवान बेटा है शहनवाज खान, तू मुझे दे दे, वो मेरे फौज में दाखिल होगा। और वो शहनवाज खान कैप्टन शहनवाज खान बनते हैं नेताजी के फौज के, और जब वो अंग्रेजों से लड़ते हुए शहीद हो जाते हैं शहनवाज खान, तो नेताजी उस बूढ़ी माँ को पूरे फौज के सामने खड़ा करते हैं। शहनवाज खान की माँ को पूरी फौज के सामने खड़ा करते हैं और कहते हैं कि हिंदुस्तान की फौज तुम में से जिसने भी भारत माँ को नहीं देखा, इस बूढ़ी माँ को देख लो, ये है भारत माँ। അപ്പോൾ ഈ ഔദ്യോഗികമായ രേഖകളിലൊന്നും ഭരണഘടനയിലൊന്നുമുള്ള ചിഹ്നമോ അല്ലെങ്കിൽ അത്തരം സംഗതികളോ ഒന്നുമല്ല. ഇത് പിൽക്കാലത്ത് മറ്റു പല സ്ഥലങ്ങളിലും അവരുടേതായ ഈ പറയുന്ന സംഘടനാപരമായ പ്രത്യയശാസ്ത്ര പുസ്തകങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ വരച്ചിരുന്നതോ ഉണ്ടാക്കിയിരുന്നതോ ആയ സംഗതിയെ ഇപ്പോൾ ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അതിൻ്റെ പ്രയോക്താക്കളായ ആളുകൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ഈ ഫാസിസ്റ്റ് വിരുദ്ധർ എന്നൊക്കെ പറയുന്ന കാറ്റഗറി കൂടാതെ ഇതിലൊക്കെ എന്താ തെറ്റ്, അത് നമ്മുടെ അമ്മയല്ലേ എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ അമ്മയല്ലേ എന്നൊക്കെ വ്യക്തിപരമായി ആർക്കും വിശ്വസിക്കാം. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അതിൻ്റെ ദേശീയ പാഠപുസ്തകത്തിന് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം.